മിഥുനം രാശിയിലെ നിങ്ങളെ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. അതും ഇന്നെ തന്നെ. നിങ്ങൾ നിരീക്ഷണം നടത്തുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. പ്രകൃതി, നക്ഷത്രങ്ങൾ, ഈ വിശ്വത്തിന്റെ എല്ലാ ശക്തികളും ഇന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഏറ്റവും പ്രാപ്തമാണ്. കാരണം മിഥുനം രാശിയിൽ ജനിച്ച നിങ്ങൾ ഈ പ്രത്യേക കാലത്ത് ഒരു അദ്ഭുത നക്ഷത്ര സംരേഖണത്തിനുള്ളിൽ നിൽക്കുകയാണ്. ഇത് ശരിക്കും ഗൗരവമാണ്. ഇത് ശരിക്കും പരിവർത്തനകരമാണ്. നിങ്ങളുടെ അഭയത്തിന്റെ വാതിലിൽ സമൃദ്ധി കുത്തനെ തട്ടിക്കൊണ്ടിരിക്കുന്നു. നിരാശയുടെ ഭാരം വഹിച്ച നാളുകൾ ഇപ്പോൾ കഴിഞ്ഞുപോകുന്നുണ്ട്. സ്ഥിരത ഉണ്ടാകാത്ത ജീവിതത്തിന്റെ ഭാരം കുറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ വെറുമൊരു സാധാരണ വ്യക്തി അല്ല. നിങ്ങൾ മിഥുനം രാശിയിലെ ഒരു ജീവതാണ്, ബുദ്ധിയും ആത്മവിശ്വാസവും കഴിവുമുള്ള ഒരു സത്ത്. നിങ്ങളിലുള്ള വാചാലത, നിങ്ങളിലുള്ള ആന്തരിക ശക്തി, നിങ്ങളിലുള്ള അനുവാദി സ്വഭാവം, ഇതെല്ലാം തന്നെ ഇന്ന് നിങ്ങളുടെ സാഹചര്യം ബദലാക്കാൻ പോകുന്നു. അപ്രതീക്ഷിതമായി എങ്കിലും ഈ പണം വരും. എന്നാൽ അത് കേവലം പണം അല്ല, ഇത് നിങ്ങളുടെ ആത്മീയ വിനിയോഗത്തിന്റെ ഫലാഫലമാണ്. ദൈവം, പ്രകൃതി, നക്ഷത്രങ്ങൾ ഇവയെല്ലാം കൂടി നിങ്ങളുടെ കുറ്റകത്ത് അന്നപ്പരമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ, ഈ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ചരിത്രം പുനർലിഖിതമാകുകയാണ്. എന്നാലും ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, ഇത് കേവലം അവിശ്വാസ്യ സമ്പത്താണെന്നോ സ്വർഗീയ സംഗതിയാണെന്നോ കരുതരുത്. നിങ്ങളിലുള്ള തന്നെ കർമ്മത്തിന്റെ ഛായ ഇത്. പഴയ പുണ്യങ്ങളുടെ അന്തിമ ഫലം ഇത്. ഈ നിയതി ഈ കാലത്ത് നിങ്ങളിലെത്തിയത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ എങ്ങനെ ഈ സമ്പത്തത് കാതലോകിനെത്തിക്കും? എങ്ങനെ ഈ സങ്കേതങ്ങൾ വായിച്ചു മനസ്സിലാക്കും? അതിനൊരു വഴിയുണ്ട്, ഒരു ആത്മീയ വഴിയുണ്ട്. നിങ്ങളുടെ ഈ വിശ്വാസയാത്രയിൽ ഞങ്ങൾ നിങ്ങളൊപ്പമുണ്ടാണ്. നിങ്ങളുടെ ഈ കാലത്തിലെ പരിവർത്തനത്തിൽ ഞങ്ങൾ നിങ്ങളെ സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ സംസാരിച്ചത്. എന്നിരുന്നാലും ഞങ്ങളുടെ വാക്കുകൾ കേവലം വാക്കല്ല. ഇത് ഒരു കരാർ, ഒരു ദൈവിക കരാർ. നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ആയതരങ്ങൾ നിങ്ങളുടെ മേലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ പാർശ്വചിത്രത്തിലെത്തിയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂളകൾ ഈ സ്ഥാനത്തേക്ക് അലയാത്തി തന്നെ. നിങ്ങളുടെ മന്ത്രിത നക്ഷത്രമായ മിഥുനത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ നാൾ അത്യന്തം പ്രത്യേകമാണ്, അത്യന്തം അനുകൂലമാണ്, അത്യന്തം ദാനം വരുത്തുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു വാചകം കേൾക്കുവാനു മാത്രമായി ഈ വീഡിയോ കണ്ടിരിക്കില്ല. നിങ്ങൾ ഈ പരിവർത്തനത്തിന്റെ ഭാഗിദാരനായിരിക്കും. നിങ്ങൾ ഈ ദൈവിക സന്ദേശത്തിന്റെ പങ്കാളിയായിരിക്കും. അതിനായി പ്രിയപ്പെട്ട മിഥുനം രാശിയെ, ഒരു അപേക്ഷ നിങ്ങളിലേക്ക്. നിങ്ങൾ കൊമന്ററിയിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പേരെ പരാമർശിക്കുകയും നിങ്ങളുടെ വാസ്യത സ്ഫുരിപ്പിക്കുകയും നിങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഈ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്യുമോ? അതുകൊണ്ടോ? കാരണം നിങ്ങളുടെ ഓരോ കമന്റും ഓരോ ഷെയറും ഈ ചാനലിലെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രേമ, നിങ്ങളുടെ സന്ദേശം, നിങ്ങളുടെ ബഹുമതി, ഇത് നിങ്ങളുടെ ഭാഗ്യത്തിനും നിങ്ങളുടെ വിശ്വാസ്യതയ്ക്കും നേരിട്ട് നടത്തിപ്പുണ്ടായി ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങളുടെ രാശികോരം വിവാഹകിരണം പരിശോധിക്കണമെന്നു ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കർമ്മപ്രവാഹം അറിയാൻ കൃത്യമായ ഹോരാസ്ത്ര വായനയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സന്തുലിത ജീവിതത്തിനായി നിങ്ങളുടെ വ്യക്തിഗത പദം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ സമ്പൂർണ്ണ ഹോരാസ്ത്ര വായന ഞങ്ങൾ നൽകുകയാണ്. പരിണയചേരണി പരിശോധന, കർമ്മ സമന്വയ വിശകലനം, എല്ലാം തന്നെ. കമന്റർ സെക്ഷനിൽ സമ്പൂർണ്ണ വിശദാംശങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണ്. ഗവേഷണ പ്രക്രിയ സുലഭവും വിശ്വസ്തവുമാണ്. നിങ്ങളുടെ കണ്ണുകൾ സഞ്ചരിക്കാനായും നിങ്ങളുടെ ഹൃദയം അനുഭവിക്കാനായും അത് തികഞ്ഞ രൂപത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ നക്ഷത്ര അവസ്ഥയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നു. പ്രത്യേകിച്ച് മിഥുനം രാശിയിലെ നിങ്ങളുടെ വിജയത്തിന്റെ സിദ്ധാന്തം എന്ന് ഗ്രഹങ്ങളുടെ പ്രാധാന്യം എവിടെയാണെന്ന് സ്പഷ്ടമാണ്. പരിമാണത്തിനു മുമ്പിൽ മിഥുനത്തെ ഭരിക്കുന്ന ബുധ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ അപ്രതീക്ഷിത സമ്പത്തിന്റെ വരവ് കേവലം യാദൃച്ഛികമായ കാര്യമല്ല. ഇത് ഒരു ദൈവിക സന്ദേശം, ഒരു കാർമ്മിക പ്രതിഫലനം, നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിലെ പോസിറ്റീവ് പ്രവൃത്തികളുടെ ഫലം. എന്നാൽ ഈ പണത്തെ ശരിയായി സ്വീകരിക്കുക, ശരിയായി ഉപയോഗിക്കുക, അതിന്റെ ഊർജ്ജത്തെ പരിരക്ഷിക്കുക എന്നിവ നിങ്ങളുടെ ഭാവിയെ തീരെ മറ്റൊരു തലത്തിലേക്ക് നിയോഗിക്കും. മിഥുനം രാശിയിലെ നിങ്ങളെ ഞാൻ ഈ നിമിഷത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനമായ കാർമ്മിക നിയമങ്ങളെക്കുറിച്ചാണ്. നിങ്ങളിലെ വാഗ്വിശേഷത, നിങ്ങളിലെ ആശയവിനിമയ ശേഷി, നിങ്ങളിലെ ബുദ്ധിശക്തി, ഇവയൊക്കെ പണത്തെ ആകർഷിക്കുന്ന കാന്തികമായ ഗുണങ്ങൾ. എന്നാൽ ഈ ഗുണങ്ങൾ അമൃതമാകുന്നത് നിങ്ങൾ അവയെ ദയയും നന്മയും സത്യതയും കൊണ്ട് നിറയ്ക്കുമ്പോൾ മാത്രം. ഞാൻ എന്നാണ് നിങ്ങളോട് പ്രതിദിനം ഇതിലെ ദീപം ജ്വലിപ്പിക്കാൻ പറയുന്നുണ്ടെന്നറിയാണോ? കാരണം ദീപത്തിന്റെ ശുദ്ധപ്രകാശം എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളെ തകർത്തുകളയുന്നു. നിങ്ങളിന്റെ വീട്ടിൽ, നിങ്ങളിന്റെ കാര്യസ്ഥലത്ത്, നിങ്ങളിന്റെ ഉദ്ദേശ്യത്തിലെ വിരാട് വ്യാപാരത്തിലെ ഓരോ മൂലകോണിലെയും ദീപം ജ്വലിപ്പിച്ച് അത് സ്ഥിരമായി വെച്ചിടുക. ഞാൻ കാണുന്ന കാർമ്മിക സൂചനകൾ വെളിപ്പെടുത്തുന്നത് യോഗ്യരായ ആളുകൾ, സത്യസന്ധരായ മനുഷ്യരെയാണ്. ദീപം കാണും അവരെ, പണം കാണും നിങ്ങളുടെ തുല്യതയെ. അതിനുപരിയായി ഓരോ വെളുളികളിലെ രാവേളയിലും നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക, എന്റെ വാതുകത്തെ ഞാൻ നികുതി നൽകിയ പ്രാർത്ഥനയാലും കർമ്മങ്ങളാലും നിർമ്മിച്ചിരിക്കുന്നു. പണം വരുമ്പോൾ
അതിന്റെ ഒരു അംശം എന്നെങ്കിലും വൃദ്ധരെ, നിരാശ്രിതരെ സഹായിക്കാൻ ഉപയോഗിക്കുക. അത് വെറുമൊരു ദാനമല്ല, അത് നിങ്ങളുടെ സമ്പത്തിന്റെ ശരണാരക്ഷണം, അതിന്റെ ദൈർഘ്യത്തിന്റെ ഉത്സർജനം. പ്രതിദിനം വെളുത്ത പുഷ്പത്തെ സ്പർശിക്കുക. വെളുത്ത നിറം പ്ലാവീന സമ്പത്തിന്റെ, കേന്ദ്രീകരണത്തിന്റെ, തിരുമാലിന്റെ നിറം. നിങ്ങളിന്റെ ഗണപതിയെ, നിങ്ങളിന്റെ ഭാഗ്യപ്രായകനെ, നിങ്ങളിന്റെ കുലദേവതയെ ഓരോ നാൾ വണങ്ങി പറയുക, എന്റെ വിജ്ഞാനത്തെയും കഠിനാധ്വാനത്തെയും നിങ്ങൾ ചിരസ്ഥായിയായ സമ്പത്തിലേക്കായി നിയോജിതം ചെയ്യാൻ അനുമതി തരും. ഈ ശക്തികൾ കെട്ടിനിർത്തിയതിന് പ്രത്യേകമായ മാന്ത്രിക വാക്കുകൾ ഉപയോഗിക്കുക. ഭഗവാന്റെ നാമങ്ങൾ, നിങ്ങളുടെ ആരാധ്യദേവതയുടെ സ്തുതിമന്ത്രങ്ങൾ അഥവാ ലക്ഷ്മി സൂക്തം പ്രതിദിനം ഞെരുങ്ങിയ കണ്ണുകൊണ്ട് ചൊല്ലുക. വർഷത്തിന്റെ സമ്പത്തിന്റെ ഊർജ്ജം പ്രതിദിനം പ്രാർത്ഥനാ വിബ്രേഷനുകളിൽ അഴിച്ചുതാൻ. കാരണം ഭാഷ്യവും വാക്കും വെറും ശബ്ദമല്ല, അവ ബ്രഹ്മാണ്ടിന്റെ നിർമ്മാണ വാക്കുകൾ. വെള്ളിയാഴ്ച വിശേഷമായി ശ്രദ്ധിക്കുക. വെള്ളി ലക്ഷ്മീദേവിയുടെ ദിവസം, സമ്പത്തിന്റെ ദിവസം, ഗ്രാഹകതയുടെ ദിവസം. ഈ ദിവസത്തിൽ ഭാര്യയെ, കന്യകയെ, വയസ്സായ സ്ത്രീയെ സാധാരണയായി വണങ്ങുക അല്ലെങ്കിൽ സേവിക്കുക. സത്യത്തിൽ ഓരോ സ്ത്രീയും ലക്ഷ്മിയുടെ വാസയാണ്. അവരെ ബഹുമാനിച്ചാൽ സമ്പത്ത് നിങ്ങളുടെ വീട്ടത്ത് നിൽപ്പോരോ എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വാണിജ്യസ്ഥലത്ത് നിങ്ങളുടെ കാര്യമേജിനു മുമ്പ് ഒരു ചെറിയ ഫൈത് സ്ഥാപിച്ച് സൂക്ഷ്മമായ ത്വരിതധ്വനിയിൽ ഭഗവന്നാമ ജപിക്കുക. ഇത് വെറുമൊരു ധാർമ്മിക പ്രതിജ്ഞ അല്ല, ഇത് കാർമ്മിക സ്ഥിരത, ഊർജ്ജമണ്ഡലത്തിന്റെ ശുദ്ധിക്ഷേത്ര സ്ഥാപൻ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വേളകളിൽ കരിയർ, ബിസിനസ്, ധനസമ്പത്തിനെ സംബന്ധിച്ച് മഹാവിപരിണാമങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നത് കേൾക്കൂ. കാരണം ആ വിപരിണാമങ്ങൾ നിങ്ങളുടെ വിതരണ, നിങ്ങളുടെ പ്രാഷ്ടാനികം, നിങ്ങളുടെ ജീവിതോദ്ദേശത്തെ പരിവർത്തനം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഒരു കരിയർ പ്രൊഫഷണൽ ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വ്യാവസായിക കുതൂഹലം, നിങ്ങളുടെ സമയനിഷ്കടം ഈ നിമിഷത്തിൽ നിങ്ങളെ ഉയർത്തി നിർത്താൻ ആഗ്രഹിക്കുന്നു. ഭരണാധിപതികൾ നിങ്ങളെ കാണുന്നു. പ്രമോഷൻ, അപ്രൂവൽ, അപേക്ഷ എല്ലാം നിങ്ങളുടെ വഴിയിലെത്തി. ഇത് ഓഗസ്റ്റ് ഷിഫ്റ്റ് അത്യവേ സാധ്യമാണ്. ഇത് ജൂണിന്റെ 7-14 ദിവസങ്ങളിലെ ഫലമാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ബിസിനസ് നടത്തുന്ന നിങ്ങൾക്കായി അപ്പോൾ ഗ്രാഹകഭാഗ്യം, പുതിയ ക്ലയൻസ്, ബ്ലാങ്കറ്റ് ഓർഡേഴ്സ്, ദീർഘകാല കരാറുകൾ, പണ്ഡിത്വ ബന്ധങ്ങൾ സ്ഫൂർത്തിയോടുകൂടി വരാൻ സംഭവിക്കുന്നു. എന്നാൽ ഇത് സ്ത്രൈണ നിശാബന്ധനമല്ല. നിങ്ങളുടെ ഭരണകർത്തൃത്വം, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ഗ്രാഹകപരിചര്യ ഈ സ്ഫുരണവുകളുടെ തയ്യാറിയായ ഭാഗം. ഈ 14-ാം ദിവസത്തിൽ മിഥുനം രാശിയിലെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്നേഹവും ബന്ധവും ഈ കാലത്ത് ഒരു പ്രത്യേക ആത്മീയ പരീക്ഷയുടെ നടുകൂടിയിലൂടെ കടന്നുപോകുകയാണ്. ശനി ഗ്രഹത്തിന്റെ പ്രഭാവം നിങ്ങളുടെ ഹൃദയത്തിലെ ഗഹന സ്വപ്നങ്ങളിൽ സൂക്ഷ്മമായി തൊഴിലാളിത്വം നിയോഗിച്ച് നിൽക്കുന്നു. കുജന്റെ ഊർജ്ജം നിങ്ങളെ സാഹസികമായി പ്രേമത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുമ്പോൾ വെനസിന്റെ സൗന്ദര്യകരമായ സ്പർശം നിങ്ങളുടെ അനുരാഗത്തെ ആഴമേറിയ പരിമാർജനയ്ക്ക് വിധേയമാക്കുകയാണ്. ഈ മാസത്തിന്റെ ആദ്യ സപ്താഹത്തിൽ മിഥുനം രാശിയിലെ വിവാഹിതരെ, നിങ്ങളുടെ ജീവനോപാധിയിലെ സഹകർമ്മികൻ അഥവാ കൂടുതൽ അടുത്ത സ്നേഹിതൻ ഒരു അപ്രതീക്ഷിത വാർത്ത കൊണ്ടുവരാനാണ് സാധ്യത. ഈ വാർത്ത നിങ്ങളുടെ വിവാഹിത ജീവനത്തെ ഒരു പുതിയ ദിശയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്നതാണ്. രാഹു തന്റെ വിഗ്രഹിയായ ബന്ധങ്ങളുടെ കലാപത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആത്മചേതന ഇതിനെ ശരിയായ മുന്നറിയിപ്പ് നൽകുകയും ദൃഢസങ്കല്പത്തോടെ നീങ്ങിത്തരികയും ചെയ്യും. ഗ്രാഹിത ബുധൻ ആകാശത്ത് നിങ്ങളുടെ സംഭാഷണ ചാനലുകളെ മാഗ്നിഫൈ ചെയ്യുമ്പോൾ നിങ്ങളാണ് ആ സന്ദേശവാഹകൻ. നിങ്ങളുടെ സഹജന്മക്യ ഗുണം ഈയിടെ കാതലിതയായ ഹൃദയത്തെ സാന്ത്വനപ്രദമായി സ്പർശിക്കും. പ്രണയത്തിലെ അവ്യക്ത ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തിത്തരുന്നതായി കേൾക്കും. 6 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ബന്ധുതയ്ക്ക് ഒരു സ്ഥിരതയുടെ വായു വയ്ക്കാൻ പോകുകയാണ് ഈ നക്ഷത്ര കാലാവധി. കേതു ഒരു പരിസമാപ്തി ഘടിപ്പിക്കുന്നു. അർത്ഥമെന്നെ സ്നേഹത്തിലെ മിഥ്യാവ്യാമോഹങ്ങൾ അവസാനിക്കുന്നു. നിങ്ങളുടെ ജൈവിക സംഗതിയിലെ സത്വിക വികാരങ്ങൾ തലയുയർത്തുന്നതാണ് കാലം. ഈ മേഘാഗ്രസ്ത കാലത്തിലും ദിവ്യ ബുദ്ധിമത്ത നിങ്ങളെ ഭ്രാന്തിയുടെ കിനാരയ്ക്ക് നിർത്തും. വെനസ് നിങ്ങളുടെ പരിസരത്തിൽ ഒരു അദ്ഭുത അക്യതയുണ്ടാക്കിത്തരികയായിരിക്കും. എത്രമാത്രം ഭയാനകമായി കാണപ്പെട്ടിരുന്നാലും സ്നേഹം തന്നെയാണ് സത്യവിജയി. ഇതാ മിഥുനം രാശിയിലെ അവിവാഹിതരെ, നിങ്ങളുടെ പ്രണയത്തിനും സ്വപ്നത്തിനും ഒരു നൂതന അരുണോദയം തന്നിരിക്കുകയാണ് ഈ ഖഗോളീയ സജ്ജനം. ജൂൺ മാസത്തിന്റെ ദ്വിതീയ ത്രിപതി ദിവസങ്ങളിൽ നിങ്ങളുടെ ഊഷ്മളതയോ വിനോദമോ ഒരു അപ്രതിരോധ്യ ആകർഷണ സൃഷ്ടിയെ പ്രവർത്തിപ്പിക്കുന്നതായി കാണും. ചന്ദ്രൻ നിങ്ങളെ പ്രകൃതിയുടെ സ്നേഹ കൂട്ടുവിയിലേക്ക് അതിക്രമണ ചെയ്യിക്കുന്നതാണ്. ഈ വ്യക്തിത്വത്തിന്റെ വക്ഷതരം നിങ്ങളെ പ്രിയ ഹൃദയത്തിന്റെ നിരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ നിലകൊള്ളുകയാണ്. ഭാഗ്യവതി, കർമാനുസാരി സ്നേഹവിരഹത്തിന്റെ വേദന സ്വയം പരിഗ്രഹിച്ച് നിങ്ങൾ കടത്തിപ്പോകുകയും ആനന്ദകരമായ പരിണയത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യും. പ്രതിയോഗി ഊർജ്ജമെത്ര ശക്തിയായിരുന്നാലും സത്യത്തിന്റെ വിളി നിങ്ങളെ ദാരുണമായി നിരാകരിക്കാൻ കഴിയാതെ വർഗിപ്പിക്കും. പ്രണയത്തിന്റെ അതിപ്രധാന ഭാഗമെന്നാണ് ഹൃദയ ആരോഗ്യം. നിങ്ങളുടെ വിരോധാത്മക ഭാവനകൾ, നിങ്ങളുടെ സ്നേഹിതന്റെ അകാരണ അകൃത്യത്തിനെതിരായ ദേഷ്യം, അതെല്ലാം ഈ കാലത്ത് ഖരാഖരമായി ശോധിക്കപ്പെടും. കേതുവിന്റെ പ്രഭാവം നിങ്ങളുടെ ബന്ധത്തിലെ ത്വരിത വിഷപാനങ്ങളെ പരിത്യജിപ്പിക്കാൻ നിങ്ങളെ നിർബന്ധിതമാക്കും. ഈ സമയത്ത് നിങ്ങൾ ഏകാന്ത അവസ്ഥയിലെ സാന്ത്വനയും കണ്ടെത്തുകയും
സ്വയം അന്വേഷണത്തിലൂടെ പ്രാണവി ലിയുടെ സത്യത്തെ ബോധിക്കുകയും ചെയ്യും. വെനസിന്റെ ദാനം നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരു പുതിയ ഭംഗിയിൽ അരങ്ങേറ്റം കൊടുത്തേക്കാം. നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളിലെ അലിഖിത ഭാവത്തെ, തൃപ്തിയുടെ മെളിഞ്ഞ നിരകരണത്തെ മേലെ ദർശകർ കാണും. ഈ ത്രയോദശ ദിനത്തിനുമേലിൽ നിങ്ങളുടെ സ്നേഹജീവനത്ത് ഒരു ജ്ഞാത നദർ കനകക്കുരണ്ടാണെന്ന് പരിണയിതരെയും അപരിണയിതരെയും സംബോധനയോടെ പറയാൻ ഞാൻ ശക്തരാണ്. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിലേക്ക് നോക്കുകയാണ്. മിഥുനം രാശിയിലെ ജാതകരെ, ഈ കാലത്ത് നിങ്ങളുടെ നാഡീവ്യവസ്ഥ, നിങ്ങളുടെ ശ്വാസപ്രശ്വാസ്, നിങ്ങളുടെ മനസ്സിന്റെ സ്ഥിരതയെല്ലാം ഒരു സ്വാഭാവിക ഒരുപുനയിലെത്തിക്കുന്നതാണ്. ബുധൻ ആകാശത്ത് നിങ്ങളുടെ നാഡീ സിസ്റ്റത്തെ ക്ഷീണിതമാക്കേണ്ടി വരാൻ പോകുകയാണ്. ഈ 6000 കോയിലി കാലത്ത് നിങ്ങൾ അത്യന്തം ജാഗ്രത കാണിക്കണം. നിങ്ങളുടെ ഉച്ചപ്രവചന ഷഡാധികരണ ദിവസങ്ങളിൽ നിങ്ങൾ അത്ര വ്യായാമമോ കഠിന പരിശ്രമമോ നടത്തരുത്. നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ കൈകൾ, ഇവയെല്ലാം ഈ വൃത്തിയ